അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ദുരന്തത്തിന്റെ കണ്ണീരിൽ നിന്ന് അതിജീവനത്തിന്റെ ഓണനിറങ്ങളിലേക്ക് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച കൽപ്പറ്റ സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. 2 വർഷങ്ങൾക്കിപ്പുറം ഒരുമയുടെയും പ്രതീക്ഷയുടെയും സന്ദേശമുയർത്തിയാണ് ടൗൺഷിപ്പിലെ കുടുംബങ്ങൾ ഓണം ആഘോഷിച്ചത്. ദീപക് മോഹൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വലിയ ആവേശത്തിലാണ് ടൗൺഷിപ്പിൽ ഇത്തവണത്തെ ഓണം ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ആഘോഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വടംവലി മത്സരമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. വടംവലിയുടെ ഫൈനലിലാണ് മുണ്ടക്കൈ ചൂരമല എന്നീ 2 ടീമുകളായി മത്സരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണ തോന്നോ? സൂപ്പറാവും ഈ ട്രിപ്പ് ഞങ്ങളെ ഓണ പരിപാടി. ദുരന്തമൊക്കെ മറന്നിട്ട് ഞങ്ങളിപ്പോ പുതിയ പരിപാടിയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ജില്ലാ കളക്ടർ DR മേഘശ്രീ എത്തിയാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ വലിയ ഒരു ആവേശമുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയാ? ഉരുൾപൊട്ടലിന് ശേഷം ആദ്യത്തെ ഓണാണ്. 2 വർഷം ഓണം കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം അതൊക്കെ മറക്കാനൊന്നും പറ്റില്ല, എന്നാലും മറന്ന് ഞങ്ങൾ കുട്ടികളെ എല്ലാവരും കൂടി നല്ലൊരു ഓണാഘോഷ പരിപാടിയാണ് അടിച്ചു പൊളിക്കുക. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള. അതെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് തലേ ദിവസവും 2 ദിവസം മുന്നൊക്കെ എല്ലാവരും വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് നല്ലൊരു ആഘോഷമായിരുന്നു. പക്ഷെ പക്ഷെ ഇതിപ്പോ അതില്ല. ഇപ്പൊ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നാ ഒരു ഓണം. ദൃശ്യങ്ങൾ കാണാം. ഈ തൊട്ടടുത്ത് വലിയൊരു മെഗാ പൂക്കളം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വലിയൊരു ആഘോഷമുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എങ്ങനെയുണ്ട്? കഴിഞ്ഞ ഒരു ഓർമ്മകളൊക്കെ മാറി അതിജീവനത്തിന്റെ പാതയിലാണ് അല്ലേ? ഓർമ്മകൾ മാറി എന്ന് പറയാൻ പറ്റില്ല. അവര് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് പോയവരൊക്കെ. എന്നാലും നമ്മളെ മക്കളും നമ്മളും കൂടെ ഒന്ന് അതിജീവിച്ചേ മതിയാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ളതാണ് ഇപ്പൊ ഇത്. ഇനി അടുത്ത വർഷം തൊട്ട് ഞങ്ങൾ 2ാം ഘട്ടത്തിലുള്ളവരും കൂടെ വരുമ്പോൾ ഇതിലും കാട്ടിയും ഗംഭീരമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആഘോഷിക്കും. ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ രാകേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം 178 കുടുംബങ്ങളാണ് ആഘോഷിക്കുന്നത്. വരും വർഷത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഓണം എല്ലാ ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി ആളുകൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ. നമുക്ക് 327 കുടുംബങ്ങളാണ് ഇപ്പോൾ അർഹരായിട്ടുള്ളതായിട്ട് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ 178 പേർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം നമ്മൾ ഒക്ടോബർ 31 പൂർത്തീകരിക്കുന്ന രീതിയിലും റോഡുകളുടെയും മറ്റനുബന്ധ സൗകര്യങ്ങളുടെയും പബ്ലിക് ഫെസിലിറ്റീസിൻ്റെയും എല്ലാം തന്നെ ഡിസംബർ 31 പൂർത്തീകരിക്കുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത ഓണം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ മഴയുടെ ഒന്നും പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 410 വീടുകളിലേക്കും കുടുംബങ്ങൾ എത്തും. അവർക്ക് ഒരുമിച്ചൊരു ഓണം ആഘോഷിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മളോട് ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. ഈ ഓണക്കാലത്തെ ഏറ്റവും നല്ല കാഴ്ചകളിൽ ഒന്നായിരുന്നു അതല്ലേ. അപ്പോൾ അതിജീവനത്തിന്റെ ആഘോഷം കൂടിയായി ഈ ഓണം മാറുകയാണ്. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലെ ഓണാഘോഷ കാഴ്ചകളാണ് ദീപക് പങ്കുവച്ചതെല്ലാം മറന്ന് നമുക്ക് പുതിയൊരു ജീവിതം എന്നതുകൂടിയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നത്.